നമുക്കിന്ന് കുക്കറിൽ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? നല്ല ചൂട് ഇഡ്ഡലിയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ സാമ്പാർ മാത്രം മതി. റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ മെനക്കേടൊന്നും വരാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ കുഞ്ഞു കഷ്ണം ബീട്രൂട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ കോവയ്ക്ക, ബീൻസ്, അതേപോലെ തന്നെ പയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1½ ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കുഞ്ഞു കഷ്ണം കായവും, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി ഞാനൊരു 3 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിന്റെ ഗ്രേവിക്ക് വേണ്ടി. അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി. അതിനുശേഷം ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കി പ്രഷറും കൂടി നമുക്കങ്ങ് പൊക്കി കളയാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം പെട്ടെന്ന് വെന്ത് വരുന്ന പച്ചക്കറികളൊക്കെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുരിങ്ങാക്കോല് ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങാക്കോലൊക്കെ പകുതി വേവായി വരുമ്പോൾ ഒന്നങ്ങ് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് ശരിക്കും യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ കടുകും കൂടി തളിച്ച് ചേർക്കണം. അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും അതേപോലെ തന്നെ കടുകും കൂടി ചേർത്ത് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറ്റി നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ആക്കി ഇതുപോലെ അങ്ങ് മൂടി വെച്ചാലുണ്ടല്ലോ നല്ല കിട്ടില്ല ടേസ്റ്റുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം ട്ടോ.